ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് യുകെയിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ കഴിഞ്ഞ +2കാർക്കും ഈ യുകെയിലേക്ക് വരാം എന്നുള്ള ഈ വീഡിയോ കണ്ട് അതിൻ്റെ ഇൻസ്പയർഡായി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള അഡ്രസ്സിൽ ബയോഡാറ്റ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുത്തത് കുറേ പേർക്ക് ഞങ്ങൾക്ക് മെസ്സേജായിട്ട് ഇത് വന്നു. കുറേ പേർക്ക് ഇൻ്റർവ്യൂ കാർഡ് ലഭിച്ചു. അതിൽ കുറച്ച് പേർക്ക് ജോലി ലഭിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരു ഏജൻസിക്കും ഞങ്ങൾ എതിരല്ല. എന്നാൽ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇങ്ങനൊരു മാർഗ്ഗത്തിന് അധികം പൈസ കൊടുത്ത് വരേണ്ടതായിട്ടില്ല എന്നുള്ള രീതിയിൽ അതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ തയ്യാറാക്കിയത്. നിങ്ങളതിന് സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് യുകെയിൽ എങ്ങനെ വരാമെന്നും അതായത് +2കാർക്ക് എങ്ങനെ വിസ കിട്ടുമെന്നും അവർക്ക് എങ്ങനെ ബയോഡാറ്റ അയക്കാമെന്നുള്ള 2 വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹെവൻലി വീട്. നമുക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ സെക്ഷനിലേക്ക് പോകാം. അതിനു മുമ്പായി ഇത് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് 2 എപ്പിസോഡായിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് 2 എപ്പിസോഡും കാണണം. ഈ കാണുന്ന ഈ ക്വസ്റ്റ്യനിൽ ഒരു 90% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇൻ്റർവ്യൂ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇൻ്റർവ്യൂ കാർഡ് കിട്ടുന്നത് അതിന് മുമ്പ് അതിന് മുമ്പിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ നെറ്റ് കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ സമയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് സ്പീഡൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേറെ ഒരു സ്ഥലത്താണ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾ നെറ്റ് സ്പീഡുള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് ലാഗിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന ഈ 2 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തന്നെ പറഞ്ഞ് അത് ഒരു കണ്ണാടി നോക്കിയോ അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ ഈ ഇൻ്റർവ്യൂ മുഖേനയായിരിക്കും നമുക്കൊരു വിസ ലഭിക്കുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിലേക്ക് പോകാം. ആദ്യമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു 99% അവർ ചോദിക്കുന്ന ചോദ്യം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് എങ്ങനെ ഉത്തരം പറയാം എന്നുള്ളത് ഇപ്പോൾ പറയുന്നതായിരിക്കും. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നവർ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പം നമ്മൾ പറയേണ്ടത് ആദ്യം നമ്മുടെ നെയിം നമ്മൾ പറയുക. പിന്നെ നമ്മളുടെ എന്ത് ക്വാളിഫിക്കേഷൻ ആണോ, അത് ഏത് ക്വാളിഫിക്കേഷൻ ആയാലും ആ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുക. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയേണ്ടത് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്തായിട്ടുള്ള, അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ പറയുക. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മളിൽ എന്ത് ക്വാളിറ്റീസ് ഉണ്ട്, ഇങ്ങനെ ഒരു ജോബ് കിട്ടാൻ ഉപകാരപ്പെടുന്ന കുറേ ക്വാളിറ്റീസ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യാം. മെയിൻലി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നമുക്ക് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ക്വാളിറ്റീസും നമ്മളുടെ എക്സ്പീരിയൻസും ഒക്കെ എത്രയും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ കൂട്ടുക ഈ ഒരു സമയത്ത്. എന്നോടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്നോടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. മൈ നെയിം ഈസ് അഞ്ജു അന്ന വർക്കി. I have done my BSc nursing degree in India and I've passed in the year 2011. From that time, I've had an opportunity to work in different hospitals to take care of different kinds of patients with different diseases. So, as a child, from a child itself, I always wanted to work and take care of people who were in need. And I found that this was a best way of taking care of patients. Always found this as a best opportunity to take care of people. So I always wanted to go into a healthcare sector. And I believe that the best quality in me is to empathize with other people. So I can put myself in their place and know their pain and take care of them. അപ്പോൾ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ BSc നേഴ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അത് ഫില്ല് ചെയ്തത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാം. പക്ഷേ നിങ്ങൾ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ പേഷ്യൻ്റ് ടേക്ക് കെയറിന് ചെയ്തു എന്നുള്ള കഴിഞ്ഞ വീഡിയോകളെല്ലാം ഞാൻ പറയാറുണ്ട്. നിങ്ങൾ അതാണ് കൂടുതലായിട്ട് പുഷ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് വൈ ഡു യു വാണ്ട് ടു ബി എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഇൻ UK ഓർ റീലൊക്കേറ്റഡ് ടു UK എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഇങ്ങനെ പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളിൽ എന്ത് ക്വാളിറ്റീസ് ഉണ്ട് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം ഓരോ കെയർ ഹോംസ് അവരുടേതായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് കെയർ ഹോം ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ കെയർ ഹോമിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസും അവരുടെ ട്രസ്റ്റ് വാല്യൂസും ഒക്കെ നമ്മളൊന്ന് നോക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്നോടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഐ ഓൾവേസ് ഹാഡ് എ പാഷൻ ടു ലുക്ക് ആഫ്റ്റർ ദ പേഷ്യൻസ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ഐ ഓൾവേസ് സീൻ മൈ മദർ ആസ് എ nurse and she always had a chance to look after patients. When she always came back home, she used to say to us how she could take care of other people who are in need, and so always it developed in me to take care of other people. And I believe that as I said before, I have a compassionate feeling and I have empathy in me. So these qualities will allow me to take care of the patients or take care of the people who are in need in the care home. If they ask you in the question why do you want to relocate to UK എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ അവർ എൻ്റെ അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, I've always heard that there is a sophisticated technological care happening in UK, so I always wanted to experiment such kind of job opportunities. Then I know that there is a good remuneration given to the people over there, which is not happening in this place where I work. So I would also like to in my quality of life. That is why I would like to relocate to UK. ഇത്രയും ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഇൻട്രൊഡക്ഷനായിട്ട് അവർ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ മെയിൻ പാർട്ടിലേക്ക്, അതായത് ബോഡിയിലേക്ക് പോകാം. അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ മിക്ക ക്വസ്റ്റ്യനുകളും ഉള്ളതാണ്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അത് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. ഇപ്പം എന്നോടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, I can work as a team, and if it is a stress-free, even if it is a stressful environment, I try to make a stress-free environment from that. Even my colleagues say to me that when they work with me, they feel always stress-free. That's the main strength which I feel that I have in me. Then I like to work as a team and not as an individual. So working as a team, I believe that I can give the best care to my patients. വീക്ക്നെസ് പറയാനുള്ളൊരു സെക്ഷൻ ആകുമ്പോൾ തന്നെയും ആ വീക്ക്നെസ്സും നമ്മുടെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മളത് പറയേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മളുടെ വീക്ക്നെസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പൊതുവേ ഒരു ബുദ്ധിമുട്ടാണ്, എന്നെ സംബന്ധിച്ചോളം പൊതുവേ ഒരു ബുദ്ധിമുട്ടാണ് ഒരു നോ പറയാനായിട്ട്. അതായത് ഇപ്പം വേറൊരാൾ എന്നോട് ഒരു കാര്യം വന്ന് ആവശ്യപ്പെടുവാണ്, ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പോലും വേറൊരാൾ വന്ന് എന്നോട് എൻ്റെ ഒരു പേഷ്യൻറ്റിന് വേണ്ടി ഇതിങ്ങനെ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അത് പൊതുവേ എല്ലാ ഇന്ത്യൻസിലും അല്ലെങ്കിൽ പൊതുവേ നമ്മൾ മലയാളികളിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് ഒരു നോ പറയാൻ പറ്റാത്തത്. അതാണ് എൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇപ്പം ഞാൻ ടയേർഡായി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രേക്കിന് പോകുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് ഒരു ഹെൽപ്പ് ചോദിച്ചു വന്നു, അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക് ടൈമും വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർ നോ പറയാനും ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നോ, ഐ കനോട്ട് ഹെൽപ്പ് യു എന്ന് പറയാനും അവർ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് അവരത് കാണുന്നില്ല. ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ക്നെസ് ചോദിക്കുകയാണെങ്കിൽ ഐ am always reluctant to say no when somebody asks me for something to be done. For example, when I'm in a busy situation, if one of my colleagues asks me, can you help me, I cannot say to them that no, I cannot help you at this moment, I'm busy at this moment. And there's another weakness that you can find in me is that I am very reluctant to ask for help. I try to do what I can to my maximum, using my maximum energy, where even if another person is not doing anything, I am very reluctant to ask them that can you help me at this situation. These are the two negative things which I like, or the weakness which I find personally in myself. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് വെൻ യു ക്യാൻ ബ്രേക്ക് ഇറ്റ്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പറയണം, അത് എപ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്നും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ടും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ പറയണം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ
ചില കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ആരോടും ഷെയർ ചെയ്യാതെ നമ്മൾ പേഴ്സണലായിട്ട് വെക്കുന്നതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പം ഗൂഗിളിൽ വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ആ ഒരു ആൻസർ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റും. നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊരു കോമൺ ആയിട്ട് ഒരു 99.9% വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് വെൻ യു ക്യാൻ ബ്രേക്ക് ഇറ്റ് എന്നുള്ള ചോദ്യം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. You can break confidentiality when the information is harmful to the patient himself or herself or to anyone else. ആ സമയത്ത് നമുക്ക് ഈ ഇൻഫർമേഷൻസ് നമുക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് എന്നുള്ള ചോദ്യമായിരിക്കും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഷ്യൻറ്റിനെ പൊക്കാനും അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ സേഫ്റ്റി ആയിട്ട് എങ്ങനെ നമ്മൾ പരിപാലിക്കും എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. When you're working in a healthcare sector, you have no other option but be a part of moving and handling, because you will have to move the patient from one place to another. So you should take care of yourself, or I should take care of myself when I move the patient, because there is a high chance of getting musculoskeletal disorders. Most of the people working in healthcare sectors in our country mostly have back pain because of the lack of proper handling of the patients. So it is always good to work as a team and to follow the rules of the management to have a proper moving and handling. So I've heard that in UK there is more sophisticated technologies like hoist to move the patient from one place to another who are bedridden. അടുത്തൊരു പ്രധാന ചോദ്യമാണ് വാട്ട് ഈസ് ദ സേഫ് ഗാർഡിങ് എന്നുള്ളത്. അത് വളരെ പ്രധാനമാണ്. അതെങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സേഫ് ഗാർഡിങ്ങിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സേഫ് ഗാർഡിങ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ആൻ അഡൽട്ട്. സോ വി വിൽ ബി വർക്കിംഗ് മോസ്റ്റ്ലി ഇൻ ആൻ അഡൽട്ട് കെയർ ഹോം അല്ലെങ്കിൽ ഒരു അഡൽട്ട് റെസിഡൻഷ്യൽ ഹോം. സേഫ് ഗാർഡിങ് ഈസ് പ്രൊട്ടക്റ്റിംഗ് an adult to live in safety, so by avoiding them in any physical or any mental abuse. So as a healthcare assistant or a senior healthcare assistant, it is your duty, അല്ലെങ്കിൽ it is my duty to be an advocate for the patients who are mentally or physically sick. നമുക്ക് പ്രതീക്ഷിക്കാം വാട്ട്സ് ഡിമെൻഷ്യ എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത അതിൻ്റെ അത് കമ്പൈൻഡായിട്ട് തന്നെ ചോദിക്കുന്നതാണ് ഹൗ ടു കെയർ ഡിമെൻഷ്യ പേഷ്യൻ്റ് എന്നുള്ള ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ഒറ്റ ഉത്തരവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. Dementia is a loss of cognitive function of a patient. It affects the patient's thinking, memory and behavior. ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലും കെയർ ഹോംസിലൊക്കെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോംസിലൊക്കെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പം അവർക്ക് എങ്ങനെ കെയർ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് കൂടുതൽ നേരം ഇത് സംസാരിക്കണം. സോ വി ഗെറ്റ് ടു നോ അബൌട്ട് ദം ആൻഡ് വി ഗെറ്റ് ടു നോ ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. സോ I work in NHS. We have a form where we fill in to know about their likes and dislikes, to know about them. അപ്പോൾ എല്ലാ കെയർ ഹോമിലൊക്കെ അങ്ങനെ ഉണ്ടാകും. സോ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് we can get to know about them, and അങ്ങനെ നമുക്ക് depending on the stage of dementia we can get to know about them. We work with the patients who are having dementia. We can help them by talking to them more and getting to know about them, so we can know their likes and dislikes, and we can help them in according to that. Then we can help them in their personal needs, just assist them in their personal needs if they are in their early stages of dementia. So then we can do is that we can put in the familiar things around them. We can stick their family pictures so that they can feel that they are in a homely environment, and then we can support them. So we can do such things to support the patients with dementia. You can get more information regarding things in Google. You can add to this and expand your answers. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. ഇനിയുണ്ട് പാർട്ട് 2 ഉണ്ട്. നിങ്ങളത് ഇത് രണ്ടും വളരെ നന്നായിട്ട് കാണുക. അത് കുറച്ച് ഞങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും അല്ലാതെയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, നേരത്തെ പറഞ്ഞ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടേതായ ആൻസർ, നിങ്ങളുടേതായ വാക്കുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാർട്ട് 2 കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ, ഇപ്പോൾ ഹെൽത്ത് കെയർ പലരും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.